എല്ലാ കുട്ടികൾക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഫ്രീ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അടുത്ത എപ്പിസോഡിൽ നമ്മൾ നോക്കുന്നത് എന്താണ്, GAM എന്താ, GMM എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അറ്റോമിക് മാസ് എന്താണ്, ഗ്രാം അറ്റോമിക് മാസ് എന്താണെന്ന് നമ്മൾ നോക്കിയായിരുന്നു. അതായത് അറ്റോമിക് മാസ് അറിയാവുന്നവർക്ക് ഗ്രാം അറ്റോമിക് മാസ് മോളിക്കുലാർ മാസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഹൈഡ്രജൻ എന്നുള്ളത് നമുക്കറിയാം. അപ്പം ഹൈഡ്രജൻ മോളിക്യൂൾ ആകുമ്പോൾ എന്താവുമെന്ന് നമുക്ക് നോക്കണം. ഇനി അടുത്തത് നൈട്രജൻ്റെ എന്താണ്, നൈട്രജൻ മോളിക്യൂൾ ആകുമ്പോൾ എന്താകും. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓക്സിജൻ മോളിക്യൂൾ ആകുമ്പോൾ എന്താകും, സിമ്പിളല്ലേ. ഹൈഡ്രജൻ്റെ നമുക്കറിയാം 1 ആണെന്നറിയാം, നൈട്രജൻ്റെ എത്ര 14 ആണെന്നറിയാം, ഓക്സിജൻ്റെ 16 ആണെന്നറിയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ മോളിക്കുലാർ മാസ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ നോക്കിക്കേ, 2 ആറ്റം ചേർന്നിട്ടാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എത്ര ആണെന്ന് എഴുതുക, ഇവിടെ എത്ര. അപ്പോൾ ഹൈഡ്രജൻ 2 എണ്ണമാണ്, 2 എണ്ണം വന്നപ്പോൾ 1 + 1 അതായത് 2 ആയി. ഇവിടെ 14 28 ആയി, ഓക്സിജനോ 32 ആയി. ഇതിനെല്ലാം നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്തുകൊണ്ടിരുന്നത്, U എന്നാണ് ഡിനോട്ട് ചെയ്തത്. എന്തുവാ, U എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്തത്. ഇവിടെ ഡിനോട്ട് ചെയ്തുകൊണ്ടിരുന്നത് U എന്നായിരുന്നു. ഇനി നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് ആണ് എന്ത് ചെയ്യണം, ഇതിനെല്ലാം കൂടെ എന്താണ് G ആക്കണം. ഇതെല്ലാം നമ്മൾ എന്താ 1 U എന്ന് എഴുതുന്നതെല്ലാം 1 ഗ്രാം ആക്കണം. ഇവിടെ ആണെങ്കിൽ 14 U ആയിരുന്നു, അത് 14 ഗ്രാം ആക്കുക. ഇവിടെ വരുമ്പോഴോ 16 ഗ്രാം ആക്കുക. അങ്ങനെ ഗ്രാമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്ത്, ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ GAM എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ജസ്റ്റ് നമ്മൾ ആ ഗ്രാമും കൂടെ അതിൻ്റെ അകത്ത് ചേർത്താൽ മതി. അതായത് U മാറ്റി നമ്മൾ ഗ്രാം ആക്കുക, അത്രയേ ഉള്ളൂ. G ഇടുക, അത്രയേ ഉള്ളൂ. ഇനി അതേ സാധനം തന്നെ നമ്മൾ മോളിക്യൂളിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്കിപ്പം മനസ്സിലായി. അപ്പോൾ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നൈട്രജൻ ആകുമ്പോൾ N2 ആണ്, 2 എണ്ണത്തിൻ്റെ മാസം കൂടെ കമ്പൈൻ ചെയ്ത് എഴുതുന്നതാണെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ കൂടെ G ഇട്ട് കൊടുക്കുക. അപ്പം GAM, നമ്മൾ GAM കാണുക, GMM കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളല്ലേ. നമ്മളോട് പറയുക ഒരെണ്ണത്തിൻ്റെ GAM കാണാൻ, ഒരെണ്ണത്തിൻ്റെ GMM കാണണം. ഇവിടെ ഹൈഡ്രജൻ്റെ GAM കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എത്ര നമുക്കറിയാം, അറ്റോമിക് മാസ് 1 ആണെന്നറിയാം. 1 ആണല്ലോ, അതിന് കൂടെ ഒരു G ഇട്ട് കൊടുത്താൽ നമ്മുടെ GAM ആയി. ഇനി നമുക്കിവിടെ GMM പറഞ്ഞാൽ മോളിക്കുലാർ മാസ്, ഗ്രാം മോളിക്കുലാർ മാസ് എന്താണെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഹൈഡ്രജൻ മോളിക്യൂളായി കഴിയുമ്പോഴത്തേക്ക് 2 ഹൈഡ്രജനാണ്, 2 ഹൈഡ്രജൻ്റെ മാസും കൂടെ കൂട്ടിയിട്ട് എഴുതണം. അങ്ങനെ കൂട്ടിയിട്ട് എഴുതുമ്പോൾ എത്ര ആയി, 2 ആയി. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു Gയും കൂടി ഇട്ടാൽ നമുക്ക് GMM കിട്ടി. ഇതാണ് GAMഉം GMMഉം തമ്മിലുള്ള വ്യത്യാസം. സിമ്പിളാണ്, അതിനകത്ത് ഒരുപാട് ചിന്തിക്കാനൊന്നുമില്ല. നമുക്ക് അറ്റോമിക് മാസും മോളിക്കുലാർ മാസും അറിയാമെങ്കിൽ ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ മനസ്സിലായ സ്ഥിതിക്ക് നമുക്കിനി അടുത്തൊരു ചെറിയൊരു ടോപ്പിക്കും കൂടെ ഉണ്ട്. ഫോർമുല മാസ് എന്താണ് നമ്മൾ നോക്കും. അതായത് ഫോർമുല മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞത് മോളിക്യൂളിൻ്റെ മാസും അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ആറ്റത്തിൻ്റെ മാസും ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഫോർമുല മാസ് എന്ന് പറഞ്ഞാൽ ചില കോമ്പൗണ്ട്സിന്, നമ്മളിപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ നമുക്കറിയാം അറ്റോമിക് വെയ്റ്റ്സ് ആണെന്നറിയാം. ഇനിയിപ്പോൾ നമുക്ക് ഫോർമുല മാസ് എന്ന് പറഞ്ഞാൽ NaCl എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമ്മൾ എടുക്കുന്നത്. എന്ത് NaCl, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം NaCl. എന്ത് NaCl എന്ന് പറഞ്ഞാൽ നമ്മുടെ കറിയുപ്പ്, സോഡിയം ക്ലോറൈഡ്. അതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഈ 2 എണ്ണത്തിനെ ഇവിടെ കമ്പൈൻ ചെയ്താൽ മതി. ആദ്യം നമുക്ക് അറ്റോമിക് മാസ്, എന്തിൻ്റെ അറ്റോമിക് മാസാണ് ഇവിടെ, NaCl എന്ന് പറഞ്ഞാൽ എന്നയുടെയും കാണണം, ക്ലോറിൻ്റെയും കാണണം. സോഡിയത്തിൻ്റെ എത്ര 23 ആണെന്നറിയാം, ക്ലോറിൻ്റെ എത്ര 35.5 ആണെന്നറിയാം. രണ്ടും കൂടെ കൂട്ടണം, കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എത്ര 58.5 വരും. അതാണ് അതിൻ്റെ 58.5 ആണ് അതിൻ്റെ അറ്റോമിക് മാസ്. അല്ലെ അറ്റോമിക് മാസ് അല്ല, ഫോർമുല മാസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഫോർമുല മാസ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് 2ൻ്റെയും മാസ് നമുക്ക് കൂട്ടുക. 2 മാസം നമുക്ക് അറിയാവുന്നതാണ്, 2 മാസം കൂടെ അങ്ങ് കൂട്ടി എഴുതുക. അതാണ് നമുക്ക് ഈ കിട്ടിയേക്കുന്ന ഫോർമുല മാസ് എന്ന് പറഞ്ഞാൽ. NaCl ആണ് ഇങ്ങനെ. അടുത്തൊരു ടോപ്പിക്കാണ് മോൾ കൺസെപ്റ്റ്. മോൾ കൺസെപ്റ്റ് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. മോൾ കൺസെപ്റ്റ് നമുക്ക് വരാം. അപ്പം മോൾ കൺസെപ്റ്റിന് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഒരു മോൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഒരു മോൾ എന്താണെന്ന് പറയുന്നതിന് മുമ്പേ നമുക്കറിയാം ഒരു പെയർ എന്ന് പറഞ്ഞാൽ എന്തുവാ, 1 പെയർ ഓഫ് ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണമാണ് അല്ലേ. ഒരു പെയർ ഓഫ് ഷൂ 2 എണ്ണമാണ്. അപ്പോൾ ഒരു ഡസൻ എന്ന് പറഞ്ഞാലോ, ഒരു പെയർ നമ്മൾ പറയുകയാണ് 1 പെയർ ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഒരു ജോഡിയാണ് അത് അല്ലേ. ഇനി നമ്മൾ അടുത്ത പറയുന്നത് എന്തുവാ, ഒരു ഡസൻ എന്ന് പറയും. ഒരു ഡസൻ ഉണ്ടായിരുന്നു, ഒരു ഡസൻ വളയുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുകയാണ്. ഒരു ഡസൻ കണക്കിനൊക്കെ എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താ, 12 എണ്ണം. അപ്പോൾ അതുപോലെ ഒരു കണക്കാണ് എന്ത്,
ഒരു മോള് എന്ന് പറഞ്ഞാൽ ഒരു കണക്കാണ്. എന്ത് കണക്കാ അതെന്ന് വെച്ചാൽ 6.022 ഇൻറ്റു 10⁻23. ഇത്രയും ആറ്റംസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഇതെല്ലാം ഇങ്ങനെ ഈ എണ്ണമായിരിക്കും അതിനകത്ത്. നമ്മൾ അവഗാഡ്രോസ് ലോ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഇത്രയും നമ്പർ ഓഫ് മോൾസ് ആണെന്ന്, ഇത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന്. ഇതാണ് എന്ത് ഒരു മോള്. അതാണ് മോൾ കൺസെപ്റ്റ്. വലിയ യൂണിറ്റ്സ് ഒക്കെ നമ്മൾ ആസ്ട്രോണമിയൽ യൂണിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ, ഒരു AU എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ പറയുന്നതാണ് എന്ത് 6.022 ഇൻറ്റു 10⁻23 അത് അതൊരു മിസ്റ്റേക്ക് വന്നു. 22 ഇൻറ്റു 10⁻23 ആണ് എന്ത് മോൾ കൺസെപ്റ്റിൽ ഒരു മോൾ എന്ന് പറഞ്ഞാൽ. നമ്മൾ എങ്ങനെയാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നമ്മൾ 1 മോൾ MOLE മോൾ എന്ന് പറഞ്ഞാൽ ഇത്രയാണെന്ന് എഴുതിയിട്ട് ഇങ്ങനെ MOL എന്നിടും. ഒരു മോൾ എന്നും പറഞ്ഞാണ് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് മോൾ കൺസെപ്റ്റ്. ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഓരോരോ കണക്ക് നമ്മൾ സെൻറ്റിമീറ്റർ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പേര് അല്ലെങ്കിൽ ഒരു ഡസൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കണക്ക്. ഇത്രയും എമൗണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ചോളുക ഈ 6.022 ഇൻറ്റു 10⁻23 എമൗണ്ട് അത്രയും പാർട്ടിക്കിൾസ്. ആറ്റത്തിൻ്റെ എണ്ണമാണെങ്കിൽ ആറ്റം, അല്ലെങ്കിൽ പറയുന്നത് മോളിക്യൂളിൻ്റെ കണക്കിലാണ് പറയുന്നതെങ്കിൽ അത്രയും മോളിക്യൂള് എന്തുണ്ടായിരിക്കും അതിൻ്റെ അകത്തുണ്ടായിരിക്കും. അതാണ് ഈ മോൾ കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് വരുന്നൊരു സാധനമാണ് മോളാർ വോളിയം. മോളാർ വോളിയം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞേക്കുന്നത് തന്നെ, അതായത് ഒരു മോൾ ഓഫ് ഗ്യാസിൽ എന്തുമാത്രം വോളിയം ഇതുണ്ടായിരിക്കുന്ന പാർട്ടിക്കിൾ ഉണ്ടായിരിക്കുന്ന പറഞ്ഞത്. മോളാർ വോളിയം ഒരു മോളിൻ്റെ അകത്ത് എന്തുമാത്രം വോളിയം ഈ ഗ്യാസ് അടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. 1 മോൾ ഓഫ് ഗ്യാസ് എത്രയാണെന്ന്, അത് എന്തുമാത്രം വോളിയം ഉണ്ടെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സിമ്പിളാണ്, നമ്മൾ നേരത്തെയും പറഞ്ഞു നിർത്തിയ സാധനം തന്നെയാണ്. ഇത് വീണ്ടും നമ്മൾ പറയുകയാണ്. എന്താ പറയാൻ പോകുന്നത്? അതായത് ഒരു മോള് ഗ്യാസിൻ്റെ അകത്ത് എത്ര മോളാർ വോളിയം ആയിരിക്കും? എപ്പോഴും 22.4 ലിറ്റർ ആയിരിക്കും എപ്പോഴും. ഒരു മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ എപ്പോഴും സെയിം ആയിരിക്കും. അത് 22.4 ലിറ്റർ ആയിരിക്കും. സിമ്പിളല്ലേ? എളുപ്പമല്ലേ? അതാണ് അത്. എപ്പോഴാണ് കണ്ടീഷൻ സപ്ലൈ? ഇത് അറ്റ് STP എന്നാണ് പറഞ്ഞേക്കുന്നത്. അറ്റ് STP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എപ്പോഴും 273 കെൽവിൻ ആയിരിക്കും. പിന്നെ പ്രഷർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഈ ഒരു കണ്ടീഷനിൽ എപ്പോഴും വോളിയം 22.4 ലിറ്റർ തന്നെ ആയിരിക്കും. ഒരു വ്യത്യാസവും വരത്തില്ല. നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും അതിനകത്ത് അത്രയും കാണത്തുള്ളൂ ആ വോളിയം. അപ്പം മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ ഓഫ് ആയിരിക്കും. ഏത് ഗ്യാസ് ആണെങ്കിലും ഈ ഒരു കണ്ടീഷനിൽ STP കണ്ടീഷനിൽ ഏതൊരു ഗ്യാസും എത്ര ആയിരിക്കും? 22.4 ലിറ്ററേ ഉള്ളതായിരിക്കും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് പെർസെൻറ്റേജ് കമ്പോസിഷനാണ്. നമ്മൾ പറയുന്ന പെർസെൻറ്റേജ് എന്തുമാത്രം സാധനം ഉണ്ടെന്ന് നമ്മൾ കണക്കാക്കുന്ന ഒരു അളവ്, അത്രയേ ഉള്ളൂ. പെർസെൻറ്റേജ് കമ്പോസിഷൻ ഒന്നും വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും +2-ലാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നത്. വോളിയം കോമ്പോസിഷൻ എത്ര അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എണ്ണം വരുന്നത് +2-ൽ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് മാസ് പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. മാസ് പെർസെൻറ്റേജ് ഓഫ് എൻ എലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എടുക്കുക, ഇപ്പം കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, എന്ത് വേണമെങ്കിലും എടുക്കാം. ആ ഒരു ഇതിൻ്റെ അകത്ത് എന്തുമാത്രം സാധനം ഉണ്ടെന്ന് അറിയാൻ ഇപ്പം മാസ് പെർസെൻറ്റേജ് ഓഫ് ആൻ എലിമെൻറ്റ് ഇവിടെ അവരെന്താ തന്നേക്കുന്നത്? വാട്ടറിൻ്റെയാണ് തന്നേക്കുന്നത്. വാട്ടറിന് നമുക്കറിയാം അതിൻ്റെ മോളാർ മാസ് ആദ്യം എഴുതുക. എന്തുവാ മോളാർ മാസ്? വാട്ടറിന് എഴുതിയാൽ വാട്ടറിൻ്റെ മോളാർ മാസ് കാണുന്നത് എങ്ങനെ? മോളാർ മാസ് എന്ന് പറഞ്ഞാൽ ഇത് ചുമ്മാ അങ്ങ് കൂട്ടുക, ഫോർമുല മാസം എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ കൂട്ടുക. അപ്പോൾ ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്. 2 ഹൈഡ്രജന് പ്ലസ് 1 ഓക്സിജന്. ഹൈഡ്രജൻ്റെ എത്ര? 1. ഓക്സിജൻ്റെ എത്ര? 16. മൊത്തം കൂടെ കൂട്ടി കഴിയുമ്പോൾ 18. ആ 18. അപ്പം ഈ തന്നേക്കുന്ന നോക്ക്, ആദ്യം മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഹൈഡ്രജനെ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് മേളിൽ കൊടുക്കുക. ഇവിടെ നോക്കിക്കേ, 2 ഹൈഡ്രജൻ ഉണ്ട്, H2 ഉണ്ട്. 2 ഹൈഡ്രജൻ ഉണ്ട്, അതേ ബൈ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. പെർസെൻറ്റേജ് കാണാനായതുകൊണ്ട് ഇൻറ്റു 100. അപ്പോൾ നമുക്ക് ഈ എമൗണ്ട് കിട്ടി. ഇനി ഇതിനകത്ത് ഓക്സിജൻ്റെ കാണാൻ പറഞ്ഞാൽ ഓക്സിജൻ അതിനകത്ത് എന്താ? ഒരൊറ്റ ഓക്സിജനേ ഉള്ളൂ. ആ ഓക്സിജൻ്റെ മാസ് ഇവിടെ കൊടുത്തു 18-ലാണ്, എന്ന് വെച്ചാൽ ടോട്ടൽ 18 ഇൻറ്റു 100 ചെയ്തു. അതാണ് നമുക്ക് ഈ കിട്ടിയേക്കുന്ന ഈ എമൗണ്ട്. പെർസെൻറ്റേജ് കോമ്പോസിഷനൊക്കെ എളുപ്പമാണ്. ചുമ്മാ ഇതൊക്കെ കൊച്ചു പിള്ളേരുടെ ടോപ്പിക്കുകൾ തന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഇട്ടേക്കുകയാണ്. ഇനിയാണ് എംപെറിക്കൽ ഫോർമുല. നമുക്ക് ഇച്ചിരിയെങ്കിലും ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത് ഇവിടെയാണ്. എംപെറിക്കൽ ഫോർമുല എന്താണെന്ന്. എംപെറിക്കൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസീൻ നമുക്കറിയാം C6H6 ആണെന്നറിയാം. ഇതാണ് ഇതിൻ്റെ ഫോർമുല അല്ലേ? C6H6 ആണ് ഇതിൻ്റെ ഫോർമുല.
അപ്പോൾ ഇതിൻ്റെ എംപെറിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്തുവാ? എംപെറിക്കൽ ഫോർമുല നമ്മൾ പറയുന്നത് എന്തുവാ? ഇതിൽ കാർബണും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്. അങ്ങനെ നമ്മൾ പറയത്തുള്ളൂ. കാർബണും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്. അങ്ങനെ എഴുതുന്നതാണ് എംപെറിക്കൽ ഫോർമുല. നമ്മൾ ആദ്യം എഴുതിയേക്കുന്നത് എന്തുവാ? അതിൻ്റെ അകത്ത് മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞ സാധനമാണ് നമ്മൾ എഴുതിയേക്കുന്നത്. ഇപ്പോൾ നമ്മൾ അടുത്ത് ഒന്നുകൂടെ നമ്മളത് പറയും. ഇങ്ങനെ എഴുതിയേക്കുന്നത് ബെൻസീനാണ് ഇപ്പോൾ ഞാനിവിടെ എഴുതിയേക്കുന്നത്. ഇപ്പോൾ ഞാൻ നോക്കട്ടെ, കാർബൺ ഡൈ ഓക്സൈഡ് എഴുതുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇങ്ങനെയാണേ, കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ തന്നെയാണേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എംപെറിക്കൽ ഫോർമുല എഴുതുമ്പോൾ എന്ത് എഴുതും? CO, കാർബണും ഉണ്ട് ഓക്സിജനും ഉണ്ട്. ഇങ്ങനെ മാത്രമേ നമ്മൾ എഴുതത്തുള്ളൂ. അങ്ങനെ എഴുതുന്നതിനെയാണ് എന്ത്? എംപെറിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. എംപെറിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്തുവാ? സിമ്പിളാണ്. എന്താണോ അവിടെ ഉള്ളത്, ഏത് കോമ്പൗണ്ട് ഉണ്ട് ആ കോമ്പൗണ്ടിനെ അങ്ങനെ എഴുതുക. എന്നിട്ട് അതിൻ്റെ ഏറ്റവും ചെറിയ വോൾ നമ്പർ റേഷ്യോ ആയിട്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, C ഉണ്ട്, ഇവിടെ നോക്കിക്കേ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? ഇവിടെ നോക്കി, ഇവിടെ ഏറ്റവും ചെറിയ വോൾ നമ്പറിലായിട്ട് എഴുതണമെന്നാണ്. അത് മാറിപ്പോകരുത്. ഏറ്റവും ചെറിയ വോൾ നമ്പറിൽ എഴുതണ്ടേ. ഇവിടെ കാർബണും ഹൈഡ്രജനും രണ്ടിൻ്റെ എണ്ണം സെയിം ആയതുകൊണ്ട് അത് രണ്ടും വെട്ടിപ്പോയിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയേക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവിടോട്ട് നോക്കിക്കേ, ഇവിടെ കാർബണിൻ്റെ ഏറ്റവും ചെറിയ വോൾ നമ്പറിലാണ് കാർബൺ നിൽക്കുന്നത്, ഓക്സിജൻ്റെ ഏറ്റവും ചെറിയ വോൾ നമ്പറിലാണ് നിൽക്കുന്നത്. ഇതിന് നമുക്ക് തമ്മിൽ കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണ് CO2. സംഭവം ഇവിടെ എത്ര എണ്ണം ഉണ്ടോ അത് ഏറ്റവും ചെറിയ വോൾ നമ്പർ റേഷ്യോയിൽ നമ്മൾ എഴുതുന്നതാണ് ഇത്. ഇനി ഇപ്പോൾ നമ്മൾ പറയുക വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, വേറെ ഏത് എക്സാമ്പിൾ എഴുതുക. ഇപ്പോൾ കാർബൺ മോണോക്സൈഡിൻ്റെ എഴുതിയാൽ എന്തോ? കാർബൺ മോണോക്സൈഡ് എഴുതി കഴിഞ്ഞാൽ CO മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ തന്നെ എഴുതണം. അത് അങ്ങനെ തന്നെ എഴുതിയേ പറ്റത്തുള്ളൂ അല്ലേ? അപ്പം C6 ഇതാണ്. ഇനി അതിനകത്ത് വലുതായിട്ട് വ്യത്യാസം വരുന്നില്ല. ഇനി മോളിക്കുലാർ ഫോർമുല എന്താണെന്ന് പറയാം. ഇപ്പം നമ്മൾ ആ എഴുതി വെച്ചേക്കുന്നതാണ് എംപെറിക്കൽ ഫോർമുലയും. ഇനി മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? എക്സാക്ട് നമ്പർ എത്ര ആണെന്നുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞ് ബെൻസീൻ്റെ നമ്മൾ എഴുതിയ എന്താ? C6H6 ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? C6H6 ആണ്. ഇങ്ങനെ ഈ C6H6 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല അഥവാ MF എന്നും, ഇനി ഇതിൻ്റെ ഏറ്റവും ചെറിയ വോൾ നമ്പർ റേഷ്യോ കാർബണും ഹൈഡ്രജനും ഇതിൻ്റെ രണ്ടും എണ്ണം സെയിം ആയതുകൊണ്ട് രണ്ടും കട്ട് ചെയ്തിട്ട് ഏറ്റവും ചെറിയ വോൾ നമ്പർ റേഷ്യോയിൽ നമ്മൾ എഴുതുവാണെങ്കിൽ ഇതാണ് എംപെറിക്കൽ ഫോർമുല. എന്തുവാ? എംപെറിക്കൽ ഫോർമുല. അങ്ങനെ തന്നെ എഴുതി കഴിഞ്ഞാൽ അത് മോളിക്കുലാർ ഫോർമുല. അതിനെ ഏറ്റവും ചെറിയ വോൾ നമ്പറായിട്ട് എഴുതി കഴിഞ്ഞാൽ അത് എംപെറിക്കൽ ഫോർമുല. സിമ്പിൾ അല്ലേ? ഇതിപ്പോൾ അല്ലേ? അടുത്തതാണ് ഈ റിലേഷൻ ബിറ്റ്വീൻ എംപെറിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. ഒരു എംപെറിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും തമ്മിൽ വ്യത്യാസം എന്തുവാന്ന് നമ്മളിപ്പം പറയാൻ പോവുക. ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നമ്മളിപ്പം പറഞ്ഞായിരുന്നു, ഇപ്പം അപ്പുറത്ത് എഴുതിയിരുന്നു ബെൻസീൻ്റെ കാര്യം എഴുതി അല്ലേ? ബെൻസീൻ്റെ കാര്യം നമ്മൾ എഴുതി. ബെൻസീൻ നമ്മൾ എഴുതിയപ്പോൾ എങ്ങനെ എഴുതിയേ? ബെൻസീൻ C6H6 ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പം ഈ C6H6 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ എംപെറിക്കൽ ഫോർമുല നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഇങ്ങനെയാണ് കിട്ടിയത്, CH എന്നാണ് കിട്ടിയത്. അപ്പോൾ നമുക്കറിയാം ഇതിനെ എന്തോ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കിതിനെ കിട്ടും അല്ലേ? അപ്പം ഈ N എന്ന് പറയുന്ന ഒരു നമ്പർ, ഈ നമ്പർ ഇവിടെ എന്താ? 6 ആണ്. അങ്ങനെ നമ്പർ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടിയില്ലേ? അപ്പോൾ ഇത് നമുക്ക് ആ ഫോർമുല എന്താണെന്ന് ഇപ്പോൾ ഞാനിപ്പോൾ പറയാം. മോളിക്കുലാർ ഫോർമുല എങ്ങനെ കാണാമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്? മോളിക്കുലാർ ഫോർമുല കാണണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമുലയിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം അത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഒരു ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ റിവ്യൂ ചെയ്യാം. അപ്പോൾ അതുവരേക്കും ബൈ.